ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനാണെങ്കിൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഓംപ്ലേറ്റാണ് ബൈ ഫാത്തിമ നസ്റൈൻ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം, ഒനിയൻ, ക്യാരറ്റ് ആൻഡ് ചില്ലി. ഇതാണ് എനിക്ക് ടൊമാറ്റോ പോലെ നോക്കും, പക്ഷെ അത് ടൊമാറ്റോ അല്ല. എന്തായാലും ഇതെൻ്റെ വാപ്പയാണ് ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഒട്ടും കട്ടിങ് ചെയ്യാൻ അറിയില്ല. അപ്പോഴേക്കും ഞാനാണെങ്കിൽ ഇതാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരിക്കലും ചെയ്തിട്ടില്ല. ഇത് സത്യമായിട്ട് ഫസ്റ്റായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കാരണം എന്തേ, ക്യാരറ്റും ക്യാപ്സിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരു മുട്ടയിൽ ക്യാപ്സിക്കവും ക്യാരറ്റും ഇടുക. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അതൊരു വെറൈറ്റി ആകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാനാണെങ്കിൽ ഇതൊക്കെ എപ്പോഴേ ഞാനാണെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇച്ചിരി ബട്ടർ മാത്രം ഇട്ടാൽ മതി. നമുക്ക് ബട്ടർ ഇടാം. ഇതാണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഒറിജിനലാണ്, പിന്നെ അത് ക്രീമിയുമാണ്. അപ്പോഴേക്കും നമുക്ക് ഇച്ചിരി എടുത്ത് വെക്കാം. ഇച്ചിരി എടുക്കുന്നുണ്ട്, എനിക്ക് കുറേ ഇഷ്ടമല്ല ബട്ടർ ഇത്രയും. അത് ഇച്ചിരി നല്ല ടേസ്റ്റ് വരാൻ എപ്പോഴും എണ്ണയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ നല്ല ഓംപ്ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമുക്കിത് എല്ലായിടത്തും പറ്റുന്നില്ല. ഞാൻ സ്കൂപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി മതിയെന്ന്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി വേണമെന്ന് വെച്ചാൽ കണ്ട അതെനിക്ക് ഇച്ചിരി കിട്ടിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടി എടുക്കാം. ഇത് നൈറ്റ് ടൈമാണ്, അതുകൊണ്ട് എൻ്റെ പൂജാമാസ് ഇട്ടേക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കാൻ അതിനെ പൂജാമാസ് ഇട്ടേക്കണം, പക്ഷേ ഇത് ശരിക്കും നൈറ്റാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഇച്ചിരി യൂട്യൂബ് വീഡിയോസ് ചെയ്യാം. ഓക്കേ, അപ്പോൾ ഇത് ഒറ്റൊരു സാധനം മാത്രമേ ഉള്ളൂ ഏറ്റവും പാടായിട്ട് ഇത് ചെയ്യണം. ഞാൻ വാപ്പിനോട് പറഞ്ഞു ചെയ്യാൻ, പക്ഷേ വാപ്പി പറഞ്ഞു ഡു യുവർ ബെസ്റ്റ്. അപ്പം ഞാനിതാണെങ്കിൽ ഒരു തോട് അതിലോട്ട് വന്നത് അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പോവാം. ഓ, അത് പൊട്ടി, പക്ഷെ എനിക്കറിയില്ല. ഇത് നമുക്കാണെങ്കിൽ ഇളക്കണം. ഞാനാണെങ്കിൽ ശരിക്കും ഉപയോഗിക്കണേ ഇച്ചിരി ആണെങ്കിൽ സ്പൂൺ കൊണ്ടാണ് ഇളക്കണം. ചിലവർക്ക് ഫോർക്ക് കൊണ്ടായിരിക്കും എടുക്കണത്, അപ്പോൾ എനിക്കറിയാമായിരിക്കും. പിന്നെ എപ്പോഴും പറക്കും ഉപ്പിടാൻ. അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ വാപ്പി ഓർമ്മിപ്പിച്ച് എങ്ങനെ ഉപ്പിടുന്നതൊക്കെ. ഞാനാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇടുമ്പോഴേക്കും അതാണെങ്കിൽ കുറേ ഉണ്ടാക്കി ഞാൻ അതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് എൻ്റെ ബെയർ ഹാൻഡ്സ് ഇടും. ഇത്രയും മതിയല്ലേ, ഇച്ചിരി കൂടി വേണമായിരിക്കും. നമുക്ക് ഇളക്കാം. ഇതെൻ്റെ സ്കിൽസ് ആട്ടോ. താങ്ക് യു. അപ്പോൾ അത് കുറേ നേരം ഇളക്കണം. പത പറഞ്ഞ പോലെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വന്നത്. നമുക്ക് പത വരാൻ ഇരിക്കാം. നല്ല പാടാണ് ഞാൻ പറയണത്, നല്ല പാടാണ് എനിക്ക് വേണ്ടി. അപ്പോൾ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ മധുരമല്ലോ ഉപ്പായെന്ന് എനിക്ക് തോന്നി ഇച്ചിരി കൂടി വേണമെന്ന്. ഇപ്പം എത്ര നേരത്ത് ഞാൻ നല്ലവണ്ണം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര അറിയില്ല. ഞാൻ ഈ സത്യ ഓംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കുറേ നല്ല ഇങ്ങനത്തെ ഓംപ്ലേറ്റ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നി ഇത്രയും മതിയെന്ന. അപ്പോൾ ഫസ്റ്റ് ഞാനാണെങ്കിൽ നമ്മുടെ മെയിൻ ഇതായിരിക്കും തന്നെ, ഇതില്ലാതെ ഒന്നും നടക്കില്ല. ഫസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി ഇടണമെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ അത് കൂടുതലും വേണം കുറഞ്ഞും വേണ്ട. അപ്പോൾ ഇച്ചിരി എടുത്താൽ അതിലോട്ട് നമുക്ക് അറിയാൻ പറ്റില്ല എന്തോ അതിലോട്ട് വേണം. അതിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് ഇച്ചിരി കൂടി ആവശ്യം, അതെല്ലാം പോകാൻ വേണ്ടി.
പിന്നെ ഞാനാണെങ്കിൽ അതാണെങ്കിൽ ഇങ്ങനെ നെക്കിയിട്ടായിരിക്കും എടുക്കണത്. അപ്പോഴേക്കും അതിൻ്റെ അതിൻ്റെ അകത്തുള്ള നീരൊക്കെ നല്ല വരുമ്പോൾ നല്ല ഇതായിരിക്കും. അവന് നല്ല ഇഷ്ടമാട്ടോ അതിൻ്റെ നീര് ഒക്കെ വരുമ്പോൾ. ഇപ്പം നമുക്ക് ക്യാരറ്റിലാണ്. ക്യാരറ്റിനാണെങ്കിൽ വാപ്പയാണെങ്കിൽ ഇത് കുഞ്ഞതായിട്ടാണ് ഇട്ടേക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഇത് കൂടുതൽ ഇത് വേണ്ടല്ലോ, കുറേ ഇട്ടിട്ടാവില്ല. അപ്പം നമുക്കാണെങ്കിൽ ഇതിടാം. ഇതൊക്കെ ഇടണമെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇത് തന്നെ ഞാൻ കഴിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിലിരിക്കുമ്പോൾ നല്ല എരിവായിരിക്കും. അപ്പം എനിക്കത് ഇഷ്ടമല്ല. നല്ല എടുക്കുക. ഇത് നമുക്കിടാം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ മുളക് എൻ്റെ ഓംലെറ്റ് തന്നെ. പക്ഷേ ഇത് നമ്മുടെ സ്പെഷ്യലല്ല. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് ശരിക്കും ആണെങ്കിൽ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റൂല. എന്ന് വെച്ചാൽ അത് നല്ല ഹാർഡാണ്. ഇതുപോലെ ചെയ്യാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് അത് ചെയ്യണമില്ല. ഇത് നമുക്കാണെങ്കിൽ ഇത് ഇച്ചിരി ഒരു വെയിലാണ്. അതുകൊണ്ട് എനിക്കറിയില്ല അത് ഫിറ്റ് ആവുമോ ഇല്ലയോ എന്ന്. അപ്പം നമുക്കൊന്ന് നോക്കണം. ഇച്ചിരി ഞാൻ പറഞ്ഞത് ഇച്ചിരി ആക്കണം എന്ന് വെച്ചാൽ ഇപ്പം ഇളക്കാൻ പോലും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അത്രയും കൂടുതലുണ്ട്. ഇത് നമുക്ക് ഇടക്കാം. അത് ശരിക്കും ഇളക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ഉണ്ട്. അതിൽ 2 മുട്ട ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് ഒറ്റ ഒരാളേ ഉള്ളൂ അത് കഴിക്കാൻ. തോന്നുന്നത് നല്ലതായിരുന്നു. ഇപ്പം ഇത് നമുക്കാണെങ്കിൽ ഒഴിക്കാം. എൻ്റെ ഇത് കുറേ ഉള്ളതുകൊണ്ടാണെങ്കിൽ അത് വന്നില്ല. ഇനി നമുക്കാണെങ്കിൽ ഒന്ന് ഇതാണെങ്കിൽ വെള്ളം പോലെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ എല്ലായിടത്തും വെക്കണം. എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും നല്ല വെജിറ്റബിൾസും മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനത്തെയോ മുട്ട നമുക്ക് ഇച്ചിരി നേരം അത് നമ്മളാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ വെച്ച് ഇപ്പം വേവായിട്ടുണ്ട്. നമുക്കത് മറിച്ച് തരാം. എനിക്ക് അതാട്ടോ ഒരു ഇത് ഫൈനലായതുകൊണ്ട് ഗൈസ് നമുക്കപ്പം മറിച്ച് തരാം. എനിക്കത് കണ്ടോ, എനിക്കത് പറ്റൂല കേട്ടോ മറിച്ചിട്ടായി. ഇപ്പം അത് ഒരു പാട്ടായിപ്പോയി. അപ്പം ഞാൻ ഒന്നോർത്ത് തോരനാക്കാം. നിങ്ങൾക്കാണ് ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒന്ന് കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അത് കരിഞ്ഞ് ഇത് നമുക്കാണെങ്കിൽ എൻ്റെ പ്ലേറ്റിലോട്ട് ഇടാം കേട്ടോ. ഞാനാണെങ്കിൽ അത് ഇച്ചിരി നേരം കൂടുതൽ വെക്കാൻ പറ്റും. അപ്പം നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇടുന്നുണ്ട്. ഇതിലൊന്നുമില്ല. നമുക്കാണെങ്കിൽ എൻ്റെ പാനാണെങ്കിൽ അടച്ചേക്കാം. Now guys, testing time. ഞാൻ നല്ലൊരു എക്സൈറ്റഡ് ആട്ടോ. നമുക്ക് നോക്കാം. ഇതൊരു ചൂടുണ്ട്. പക്ഷെ എനിക്കറിയില്ല. ഞാൻ തിന്നാൻ പോവാട്ടോ. ഞാനാണെങ്കിൽ കുറേ സാധനമുള്ള ഒരു പീസാണ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ച ഇത് ചൂടുണ്ട്. ഞാൻ സത്യം പറയാം, ഇതിന് ചൂടുണ്ട്. ഞാൻ കൈ കഴുകിയെടുത്താട്ടോ. ഞാൻ ഹൈജാനിക്കൊക്കെ ഉള്ളയാ. എനിക്ക് ഇഷ്ടപ്പെട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും ഒരു സാധനം ഇഷ്ടപ്പെടാത്തത് ക്യാപ്സിക്കം ഇട്ടുന്നത്. ഞാനാണെങ്കിൽ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കാണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്കാണെങ്കിൽ അതിൻ്റെ ഉപ്പാണെങ്കിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നു. പിന്നെ മുളക് നല്ലതുണ്ട്, എല്ലാം നല്ലതുണ്ട്. പക്ഷെ ആ ക്യാപ്സിക്കം ഇച്ചിരി കൂടുതൽ ഇട്ടുപോയി. അപ്പോൾ നിങ്ങളാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ ഒന്ന് ഇച്ചിരി കൂടുതൽ ഇടില്ല. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നമ്മൾ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ഇത് പറഞ്ഞ് ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.